അതുപോലെ തന്നെ പല മനുഷ്യരുടെയും ഒരു സംശയമാണ് മനുഷ്യർക്ക് പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ എന്ന്. അതിന് വ്യക്തമായ ഉത്തരം പറയുകയാണെങ്കിൽ, നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുകയും പരിശുദ്ധാത്മാവ് പറയണ അനുസരിച്ച് മാത്രം ജീവിക്കുകയും ചെയ്താൽ നമുക്ക് പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റും എന്ന് ഉറപ്പാണ്. പല വിശുദ്ധന്മാരുടെയും ജീവിതത്തിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ പരിശുദ്ധാത്മാവ് നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ഒരു സഹായകനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനോട് നമ്മൾ ഏത് കാര്യം ചോദിച്ചാലും പരിശുദ്ധാത്മാവുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്കത് പറഞ്ഞു തരും. ഇപ്പൊ നമ്മളൊരു തെറ്റായ ഒരു പാപം ചെയ്യാനുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് നിഷ്കളങ്കനായ ദൈവമായതുകൊണ്ട് ആ പാപം ചെയ്തു കഴിഞ്ഞാൽ അതിന് വല്ല കുഴപ്പം വരുമോ എന്നുള്ളത് പരിശുദ്ധാത്മാവ് നിഷ്കളങ്കനായതുകൊണ്ട് അതും പരിശുദ്ധാത്മാവ് ഉള്ളവരോട് പരിശുദ്ധാത്മാവ് പറയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വളരെ നിഷ്കളങ്കനായ ദൈവമാണ്. അതുകൊണ്ട്